സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് സ്വാഗതം. ഇന്ന് സരസാംഗി എന്ന രാഗത്തിൽ നമ്മൾക്ക് അദ്വൈതം ജനിച്ച നാട്ടിൽ എന്ന പാട്ട് പഠിക്കാം. മായാമാളവ ഗൗഡ രാഗത്തിന്റെ ജന്യമാണത്. നോക്ക് ആരോഹണം. അഞ്ചര ശ്രുതി പാട്ട് ആറിലാണ് എന്ന് തോന്നുന്നു. അഞ്ചര ശ്രുതിയിലാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. അദ്വൈതം ഗസഗമപമ അദ്വൈതം ഗസഗമപമ അദ്വൈതം ജനിച്ച നാട്ടിൽ ജനിച്ച ഗഗമഗരിസ ജനിച്ച നാട്ടിൽ സാ ഗസഗമപമ 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 അദ്വൈതം ജനിച്ച ഗഗമഗരിസ ജനിച്ച നാട്ടിൽ സാ ആദിശങ്കരൻ നിധനി നിസ നിധ ധനി നിസ നിധ ധനി നിസ ആദിശങ്കരൻ ജനിച്ച സരിരിസ ജനിച്ച സരിരിസ ജനിച്ച സരിരിസ നാട്ടിൽ ഗാഗ ഗാഗ ആയിരം രിഗമഗ ആയിരം രിഗമഗ ജാതികൾ മാമമ മനസ്സിലാവുന്നുണ്ടോ? ആയിരം രിഗമഗ മാമമ ആയിരം ജാതികൾ ആയിരം രിഗമ പാപ്പമ ഗരി ഗാമാണ് കൂട്ട ഗരി ഗമ പാപ്പമ ആയിരം ആയിരം മതങ്ങൾ പാപ്പാപ്പ മനസ്സിലായോ? ആയിരം ഗമപദദപ ആയിരം ഗമപദദപ ഗമപദദപ മഗ മാവാണ് കൂട്ട മഗമപദദപ ആയിരം ദൈവങ്ങൾ പമമ ദൈവങ്ങൾ ഗഗരി സസനി നിധനി പ ഗഗരി സസനി നിധനി പ അപ്പൊ ആയിരം ദൈവങ്ങൾ നോക്കുമ്പോൾ ഗവപദദപ ആയിരം ദൈവങ്ങൾ ഗവപദ ഗവപദദപ ആയിരം ആയിരം ദൈവങ്ങൾ ഗഗരി സസനി നിധനി പ ചെറിയ വെള്ളിയൊക്കെ വീഴും, മഞ്ഞുകാലല്ലേ. അപ്പം ഒന്നായി. ഇനി അടുത്തത് ഒന്നുകൂടി അതിന്റെ രണ്ടാമത്തെ ചാൻസ്. അദ്വൈതം ഗസഗമപമ ഗസഗമപമ അദ്വൈതം ജനിച്ച ഗഗമഗരിസ ജനിച്ച ഒന്നൂടി പാടിത്തരങ്ങൾക്കത് വളരെ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. അദ്വൈതം ഗസഗമപമ ജനിച്ച ഗഗമ
ജനിച്ച നാട്ടിൽ അവിടെ സാ സരി സനി സാ ടിൽ സാ സരി സനി സാ സരിയാണ് ടിൽ ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ അവിടെ നാട്ടിൽ നാട്ടിൽ മകരി സഗ മകരി സഗ ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ സ്വരം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആദിശങ്കരൻ നിദനി നിസ ജനിച്ച സരിരിസ ജനിച്ച സരിരിസ ജനിച്ച നാട്ടിൽ ഗ ഗ മകരി സഗ അടുത്തത് ആയിരം ജാതികൾ രിഗമഗ മമ ആയിരം മതങ്ങൾ അതൊക്കെ സെയിമാ രിഗമ പാപ്പ പാപ്പ ആയിരം ദൈവങ്ങൾ ഗമപദ പപ്പ മമ ആയിരം ദൈവങ്ങൾ ഗഗരിരി സസനി നിധനി പ ഗഗരിരി സസനി നിധനി പ അവിടെ മാ കൂട്ടട്ടോ വേണമെങ്കിൽ മക 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 കണ്ടോ മക മപദ മക മപദ മക മപദ ദദപ ആയിരം മക മപ ആയിരം മക മപദ ദദപ ആയിരം ദൈവങ്ങൾ മനസ്സിലാവുന്നുണ്ടോ മക മപദ ദദപ പമമ ദൈവങ്ങൾ ഗഗരി സസനി നിധനി പ ഗഗരി സസനി നിധനി പ നിധനി പ നിധനി പ ഗഗരി സസനി നിധനി പ മനസ്സിലായോ വീണ്ടും അദ്വൈതം ജനിച്ച നാട്ടിൽ ഓക്കെ ഇത്രയും പഠിക്കുക നല്ലോണം ശബ്ദം അടങ്ങിയിട്ടുണ്ട് ഭയങ്കര ടോപ്പാണ് ഇത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഞ്ചര ശ്രുതിക്ക് ഇട്ടത് പഠിക്കണ്ടേ പഠിപ്പിച്ചു തരണ്ടേ അപ്പം പിന്നെ മഞ്ഞുകാലാണ് അല്പം വെള്ളിയൊക്കെ വീഴും നല്ലതാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നന്നായി പഠിക്കുക മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് സ്വരസ്ഥാനങ്ങളൊന്നും തെറ്റൂല കേട്ടോ ധൈര്യമായിട്ട് പഠിച്ചോളി ഇനി ഇതിൻ്റെ അനുപല്ലവി നമുക്ക് നോക്കാം നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം വേണ്ട മാതിരി നിങ്ങൾ എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നിട്ട് ഇത് നന്നായി പഠിക്കുമ്പോഴേക്കും ഞാൻ അനുപല്ലവി ഇടും എല്ലാവർക്കും ഒരു നല്ല ദിവസമല്ല ഇന്ന് നല്ല ദിവസം അല്ലെങ്കിൽ നല്ല വർഷം അങ്ങനെ എന്താണ് എത്രയും നന്മയുടെ ഭാഗങ്ങളിലേക്കുള്ള എല്ലാ ഇതും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമസ്കാരം.